വിജയപുരം രൂപതയിൽപ്പെട്ട സെൻറ് ജോസഫ് റോമൻ കത്തോലിക്ക ദേവാലയത്തിന് മുൻപിലാണ് നാം ഇപ്പോൾ. ഇവിടുത്തെ പുരാണ കുരിശിൻ്റെ ചരിത്രമൊന്ന് പരിശോധിക്കാം. 19-ാം നൂറ്റാണ്ടിൽ എസ്റ്റേറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊച്ചിയിൽ നിന്ന് വന്ന കത്തോലിക്കരായ മേസ്തിരിമാർ ആനപ്പാലത്തിനടുത്താണ് താമസിച്ചിരുന്നത്. സാംക്രമിക രോഗങ്ങളും പൈശാചിക ബന്ധനങ്ങളും അവരുടെ ജീവിതം ദുരിതപൂർണമാക്കി. തുടർന്ന് അവർ സ്വദേശമായ കൊച്ചിയിലേക്ക് പോവുകയും കുരിശിന് ചുവട്ടിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവർ ഈ കുരിശ് കുട്ടിക്കാനത്ത് കൊണ്ടുവരികയും ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. തൽഫലമായി സാംക്രമിക രോഗങ്ങളും അസ്വസ്ഥതകളുമെല്ലാം ഈ പ്രദേശത്ത് നിന്നും മാറിപ്പോയി. അന്നു മുതൽ ഇന്നുവരെ നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ മെഴുകുതിരി കത്തിച്ചു വെച്ച് കുരിശടിയിൽ പ്രാർത്ഥനകൾ നടത്തി വരുന്നു. 2002 ആഗസ്റ്റ് ആദ്യ വെള്ളിയാഴ്ച വിശുദ്ധ കുരിശിൻ്റെ നൊവേന ബഹുമാനപ്പെട്ട ആൻ്റണി കനകമംഗലം അച്ഛൻ ആരംഭിച്ചു. തുടർന്ന് നാളിതുവരെ എല്ലാ വെള്ളിയാഴ്ചകളും കുരിശിൻ്റെ നൊവേന ഇവിടെ നടത്തപ്പെടുന്നു. നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ ഈ നൊവേനയിലും തുടർന്നുള്ള ദിവ്യബലിയിലും സംബന്ധിക്കാറുണ്ട്.